എപ്പോഴാണ് ശരിക്കും ഒരു ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? ബേസിക് പ്ലാൻ കഴിഞ്ഞ് നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന ആ ടൈമിൽ തന്നെ നമുക്കൊരു ഇന്റീരിയർ ഡിസൈനിങ് കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ബിക്കോസ് ലാസ്റ്റ് മൊമെന്റിലേക്ക് വരുമ്പോഴത്തേനും ഹറി ആയിട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല. നമ്മൾ പല ഡിസൈൻസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഡിസൈൻ നമ്മളുടെ വീട്ടിലേക്ക് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ സ്പേസിലേക്ക് എങ്ങനെയായിരിക്കും വരുന്നത്. ഇപ്പോഴത്തെ ക്ലയൻസിന് ദേ ഹാവ് പ്രിസൈസ്ലി അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് അവർക്കറിയാം. ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സ്റ്റൈൽ ഉണ്ടാവും. അതെ അതെ അതെ. ആൻഡ് ക്ലയന്റിന്റെ റിക്വയർമെന്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. ലൈക്ക് ആസ് എ ഡിസൈനർ നമ്മൾ പല ക്ലയൻസിനെ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. ബട്ട് ഒരു ക്ലയന്റിനെ സംബന്ധിച്ച് അവർക്ക് ഒരു വീഡിയോ ഉള്ളൂ, അവർക്ക് ആ ഒരു ഡിസൈനായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. വാട്ട് ആർ ദ റീസെന്റ് ട്രെൻഡ്സ്? ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് എന്താണ്? ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് പറയുകയാണെങ്കിൽ മിനിമലിസം. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള പേര് മാറ്റിയിട്ട് ഇന്ന് യാദാമിന്റെ ചായക്കട അല്ലെങ്കിൽ അമ്മ വിലാസം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു എസ്തെറ്റിക് ഫീൽ ആൾക്കാർ കൂടുതൽ പോകും. അതേ ഒരു ട്രെൻഡാണോ ശരിക്കും ഈ ഒരു ഇന്റീരിയർ? അതെ അതെ തീർച്ചയായിട്ടും. നമ്മളിപ്പം ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിലും നെയിം ഇപ്പം പല ഫേംസിനും നെയിം ഇടുന്നതും ഒരു കാലഘട്ടത്തിന് പിന്നാലെ ഉള്ള ഒരു ടൈം ഒരു തന്നെയാണ് അവർ വെക്കുന്നത്. ആൻഡ് അവരെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ലൈക്ക് ദേ ആർ ഇൻ ടു ലൈക്ക് ട്രഡീഷണൽ കാർപ്പൻട്രി വർക്ക്സ്. അവർക്കൊരു പ്രോസ്പെക്റ്റീവ് ഉണ്ടാവും. ചിലപ്പോൾ ആ ക്ലോസ് ഫ്രണ്ട് റീസെന്റ് ആയിരിക്കും ഒരു വീട് പണിതതും ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തതും. സോ അവരൊരു ഒപ്പീനിയൻ വരും. അതേപോലെ തന്നെ ഫാമിലി ഫ്രണ്ട്സുമായിട്ടുള്ള മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് ആയിരിക്കും അവർക്ക് വരുന്നത്. സസ്റ്റൈനബിലിറ്റി മാറ്റർ, സസ്റ്റൈനബിൾ എൻവയോൺമെന്റ്, സസ്റ്റൈനബിൾ ഫാഷൻ. Is there something called sustainable construction? Of course. നമുക്ക് കൺസ്ട്രക്ഷനിലായിക്കോട്ടെ ഇന്റീരിയേഴ്സിലായിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് സസ്റ്റൈനബിൾ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. Today I have Deepak with me. He's the founder of D Concept Interiors. Welcome to the show. Hi. അപ്പോൾ നമുക്ക് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ തുടങ്ങാം. നേരത്തെ നമ്മൾ ഒരു വീട് കൺസ്ട്രക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതലും കൺസ്ട്രക്ഷൻ പെട്ടെന്ന് തീർക്കുക, വീട്ടിലേക്ക് കയറി താമസിക്കുക എന്നുള്ളൊരു ട്രെൻഡായിരുന്നു. പക്ഷെ ഇപ്പം റീസെന്റ് അല്ല, കുറച്ച് വർഷങ്ങളായിട്ട് ഇന്റീരിയർ ഡിസൈനിങ്ങിന് അതെ. അപ്പൊ എത്രമാത്രം ഇന്റീരിയർ ഡിസൈനിങ് ഇപ്പം ഇമ്പോർട്ടൻ്റ് ആയി തുടങ്ങി? അല്ല, ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും കൺസ്ട്രക്ഷൻ എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതേപോലെ തന്നെ അവരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് അവരുടെ ഡിസൈനിങ് ഡിസൈനിലേക്കും അവർ കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സപ്പോസ് ഫോർ എക്സാമ്പിൾ കിഡ്സിൻ്റെതായ ഒരു റൂം, മാസ്റ്റർ ബെഡ്റൂം ആയിട്ട് റൂം. മാസ്റ്റർ ബെഡ്റൂമിൽ തന്നെ അവർക്ക് എന്തെല്ലാം റിക്വയർമെൻറ്റ്, സോ അവർക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സ് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പാറ്റേൺസ് ഇതെല്ലാം വെച്ചിട്ടാണ് നമ്മളിപ്പം ഡിസൈനിങ് ചെയ്യുന്നത്. ലൈക്ക് ഇഫ് യു സീ ഫ്രം ലാസ്റ്റ് ഒരു 10 to 15 years നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു ഡിഫറൻസ് ഇപ്പം വന്നിട്ടുണ്ട്. ലൈക്ക് നേരത്തെ ഒരു പ്രത്യേകിച്ച് ഒരു റിക്വയർമെൻറ്റ് ഉണ്ടാവുമെങ്കിൽ പോലും ലൈക്ക് വെരി റെയർ കേസിലൊക്കെ ആയിരിക്കും. പക്ഷെ ഇപ്പം ഓൾമോസ്റ്റ് ഒരു റിഗാർഡ്ലെസ് ദ സൈസസ് ഓഫ് ദ ഹൗസ്, ഇപ്പം ചെറിയ വീടായിക്കോട്ടെ വലിയ വീടായിക്കോട്ടെ, ചെറിയ വീടാണെങ്കിലും അവർക്ക് അതെങ്ങനെ വലുതാക്കാം അല്ലെങ്കിൽ അതെങ്ങനെ കോമ്പാക്റ്റ് ആക്കാം അല്ലെങ്കിൽ എങ്ങനെ എസ്തെറ്റിക്കലി ഭംഗിയാക്കാം എന്നുള്ളൊരു കൺസേൺ ഇപ്പം എല്ലാവർക്കും ഉള്ളതുകൊണ്ട് ദേ ആർ ലുക്കിംഗ് ഫോർ മോർ ഡിസൈൻസ്. ഇപ്പം എല്ലാവരും അവരവരുടെ ലിമിറ്റേഷൻസ് അവരവരുടെ ബഡ്ജറ്റ് വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടൊരു ഡിസൈൻ ചെയ്യണമെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പം ഇന്റീരിയറിലേക്ക് വരുമ്പോൾ എപ്പോഴാണ് ശരിക്കും ഒരു ഇന്റീരിയർ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം നമുക്ക് നമ്മുടെ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന ആ സമയം അപ്പോൾ തൊട്ട് തന്നെ നമുക്ക് ലൈക്ക് ആ ഒരു മൂമെൻറ്റ് തൊട്ട് തന്നെ നമുക്ക് ഡിസൈനിങ് ആക്ച്വലി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബിക്കോസ് നമ്മൾ പല ഡിസൈൻസ് നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഡിസൈൻ നമ്മളുടെ വീട്ടിലേക്ക് എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ നമ്മളുടെ സ്പേസിലേക്ക് എങ്ങനെയായിരിക്കും വരുന്നത്. ചിലപ്പം പോസിറ്റീവ്ലി ബെറ്റർ ആകാം, ചിലപ്പം അതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ ഒരു ഓപ്ഷൻ നമുക്ക് നോക്കാൻ പറ്റും. സോ വാട്ട് ഐ റെക്കമെൻഡ് ഇസ് നമ്മൾ ഈ ബേസിക് പ്ലാൻ കഴിഞ്ഞ് നമ്മൾ കൺസ്ട്രക്ഷൻ തുടങ്ങുന്ന ആ ടൈമിൽ തന്നെ നമുക്കൊരു ഇന്റീരിയർ ഡിസൈനിങ് കൂടെ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ബിക്കോസ് ലാസ്റ്റ് മൊമെന്റിലേക്ക് വരുമ്പോഴത്തേനും ഹറി ആയിട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവില്ല. കുറച്ച് ടൈം ആസ് എ ഡിസൈനർ, ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഡിസൈനർക്ക് കൊടുക്കുകയാണെങ്കിൽ പോലും ദേ നീഡ് ദെയർ ഓൺ ടൈം. സോ നിങ്ങളുടെ റിക്വയർമെൻറ്റ് അവർക്ക് മനസ്സിലാക്കണം, അത് അവർ ഒരു ഡിസൈൻ ആക്കി നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യണം. ആൻഡ് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളത് വിലയിരുത്തി നിങ്ങളുടെ ഫീഡ്ബാക്സ് കൊടുത്ത് രണ്ടാമത് അവർ റീവർക്ക് ചെയ്ത് വരാനെല്ലാം ഒരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. അവിടെ എനിക്കൊരു ഡൗട്ട് വരുന്നത്, ഇപ്പൊ ഒരു പ്രൊഫഷണൽ എന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു സ്റ്റൈൽ ഉണ്ടാവും. ആൻഡ് ക്ലയന്റിന്റെ റിക്വയർമെന്റ് വിൽ ബി എൻറ്റയർലി ഡിഫറെന്റ്. അപ്പൊ അത് എപ്പോഴും മാച്ച് ചെയ്യാന്ന് പറയുന്നത് ഇസ് ഇറ്റ് ഈസി ഓർ ഇറ്റ് ഈസ് നോട്ട് സോ ഈസി. ലൈക്ക് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്രയും ഈസി ആയിരിക്കില്ല. ബിക്കോസ്
ഇപ്പോഴത്തെ ക്ലയൻസിന് ദേ ഹാവ് പ്രിസൈസ്ലി അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് അവർക്കറിയാം. ലൈക്ക് ആസ് എ ഡിസൈനർ നമ്മൾ പല ക്ലയൻസിനെ ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നത്. ബട്ട് ഒരു ക്ലയന്റിനെ സംബന്ധിച്ച് അവർക്കൊരു വീഡിയോ ഉള്ളൂ, അവർക്ക് ആ ഒരു ഡിസൈനായിരിക്കും അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ആസ് എ ഡിസൈനർ നമുക്കൊരു 4-5 ക്ലയൻസ് ഉണ്ടെങ്കിൽ ആ 4-5 ക്ലയൻസിന്റെ റിക്വയർമെന്റ് എടുത്തിട്ട് അവർക്ക് വേണ്ട രീതിയിലായിരിക്കണം നമ്മൾ അത് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് തിങ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു മൂഡ് ബോർഡ് കൊടുക്കും. ലൈക്ക് അവർ റിക്വയർമെന്റ് വെച്ചിട്ട് നമ്മളൊരു മൂഡ് ബോർഡ് കൊടുക്കും. സോ അതിൽ കളർ പാറ്റേൺസ് ഉണ്ടാവും, അതിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഒരു ഫസ്റ്റ് കപ്പിൾ ഓഫ് മീറ്റിംഗ്സ് കഴിയുമ്പോഴത്തേനും ക്ലയൻറ്റിന് മനസ്സിലാവും അവരുടെ വീട് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്, എത്രത്തോളം സ്പേസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെല്ലാം അതിൽ ചെയ്യാൻ പറ്റും. സോ ആദ്യത്തെ കുറച്ച് 2 ഡിസൈൻസ് കഴിയുമ്പോഴത്തേനും ക്ലയൻറ്റിന് ബെറ്റർ ഐഡിയ വരും. ആ ടൈമിലായിരിക്കും ഈ 2-3 പ്രോസസ്സിലായിരിക്കും ഡിസൈനറിന് ഒരു ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത് ഒരു വ്യക്തമായിട്ടൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. സോ എന്തായാലും ഈ പറഞ്ഞ പോലെ ഒരു ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു പ്രപ്പോസൽ കൊണ്ടോ ഇതെന്തായാലും കംപ്ലീറ്റ് ആകില്ല. സോ ഫസ്റ്റ് എന്ന് പറയുന്നത് ആസ് എ ഡിസൈനർ ഒരു പ്രപ്പോസൽ കൊടുക്കും. ആ പ്രപ്പോസല് ക്ലയൻറ്റ് ഫീഡ്ബാക്ക് തരണം. ആ ഫീഡ്ബാക്ക് വെച്ചിട്ട് വേണം സെക്കൻഡ് ഡിസൈൻ ചെയ്യാനായിട്ട്. സെക്കൻഡ് ഡിസൈനിലായിരിക്കും ക്ലയൻറ്റിൻ്റെ ആക്ച്വൽ റിക്വയർമെൻറ്റ് അതിലേക്ക് വരുന്നത്. സോ അത് കഴിഞ്ഞിട്ട് വേണം മൂന്നാമത് ആക്ച്വലി എന്താ വേണ്ടതെന്നുള്ളൊരു ഡെലിവറി നമ്മൾ കൊടുക്കാനായിട്ട്. സോ ഇഫ് യു ആസ്ക് മീ ലൈക്ക് ഇറ്റ് ഇസ് ടൈം ടേക്കിംഗ് ആൻഡ് ഒരു പ്രോസസ്സാണ്. സോ ഈ പ്രോസസ്സിലായിരിക്കും ഒരു ക്ലയൻറ്റ് ഡിസൈനറിൻ്റെ ഒരു പ്രൊഡക്ടിവിറ്റി കാണുന്നതും ഒരു ഡിസൈനർ ക്ലയൻറ്റിൻ്റെ റിക്വയർമെൻറ്റ് പഠിക്കുന്നതും. സോ ഉറപ്പായിട്ടും അതൊരു വലിയൊരു ടൈം ടേക്കിംഗ് പ്രോസസ്സാണ്. സോ അറ്റ് ദി ഏർലിയസ്റ്റ് നിങ്ങൾ ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇപ്പൊ നമുക്ക് എപ്പോഴും ട്രെൻഡിനൊപ്പം നിൽക്കുക എന്നുള്ളതുണ്ടല്ലോ. വാട്ട് ആർ ദ റീസെന്റ് ട്രെൻഡ്സ്? ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് എന്താണ്? ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ് പറയുകയാണെങ്കിൽ മിനിമലിസം. ഓക്കെ, ഇപ്പം എനി ലക്ഷറി പ്രോജക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ചെറിയ പ്രോജക്റ്റ്, റിഗാർഡ്ലെസ് ദ സൈസ് ഓഫ് ദ പ്രോജക്റ്റ്, മിനിമലിസം ആണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. ഏറ്റവും മിനിമലായിട്ട് ഒരു സ്പേസ് എങ്ങനെ എലഗന്റ് ആക്കാം, അതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. സോ എല്ലാ ഡിസൈനേഴ്സും വർക്ക് ചെയ്യുന്നതും ആ ഒരു കോൺസെപ്റ്റിൽ തന്നെയാണ്. ബിക്കോസ് പണ്ടത്തെ പോലെ ഒരു ചെറിയൊരു സ്പേസ് അതൊരു ഷോ വാളാക്കി എടുത്ത് അവിടെ കുറേ എലമെന്റ്സ് ഒക്കെ വെച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു സ്പേസ് ഉണ്ടെങ്കിൽ പോലും അവിടെ ഒരു എലമെന്റ് വെച്ച് അങ്ങനെ ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. ലൈക്ക് ഇപ്പോഴത്തെ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ, ഇപ്പോഴത്തെ ജനറേഷൻ നോക്കുകയാണെങ്കിൽ മോർ സ്പേസ്, ലെസ് എലമെന്റ് ആൻഡ് ലെസ് മെയിൻ്റെനൻസ്. ഇപ്പം ആൻഡ് ദി അതർ സൈഡ് നോക്കുകയാണെങ്കിൽ പോലും മോസ്റ്റ്ലി ഇപ്പം എല്ലാവരും ഇൻവെസ്റ്റ് ചെയ്യുന്ന NRIs ആയിരിക്കാം. അവർ പോയിട്ട് നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് മേ ബി ഒരു 1 വീക്കോ 2 വീക്കിലേക്കായിരിക്കും അവർ വരുന്നത്. സോ വരുന്ന സമയം ഈ പറഞ്ഞ പോലെ മെയിൻ്റെനൻസിന് വേണ്ടി തന്നെ സമയം കളയുകയാണെങ്കിൽ ദേ ഹാവ് വെരി ലെസ് ടൈം ടു സ്പെൻഡ് വിത്ത് ദെയർ ഫാമിലീസ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ മിനിമലായിട്ട് ഒരു സ്പേസ് എങ്ങനെ ഡിസൈൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ട്രെൻഡ് ഇപ്പം. മിനിമലി, അതായത് ഇപ്പം മിനിമലിസം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ്. ഐ തിങ്ക് അതായിരിക്കും കൂടുതൽ ഒരു പീസ്ഫുൾ ആയിട്ടും ഹൗസ്. എക്സാക്ട്ലി നമുക്ക് മെയിൻ്റെനൻസിനായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ഒരു വിസിബിളി ഒരു എസ്തെറ്റിക്കലി ഒരു ഭംഗി അപ്പീലിംഗ് കൊണ്ടുവരാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. ആൻഡ് അപ്പാർട്ട് ഫ്രം ദാറ്റ് ഓഫ് കോഴ്സ് കുറേ ഡിസൈൻസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പം ടൈൽസിൽ നോക്കുകയാണെങ്കിൽ ടെറാസോ ടൈൽസ് വരുന്നുണ്ട്, ഓക്സൈഡ്സ് വരുന്നുണ്ട്. നമ്മൾ കുറേ കാലം മുന്നേ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഓക്സൈഡ്സ്, നമ്മുടെ വീടുകളിലൊക്കെ പണ്ട് യൂസ് ചെയ്യേണ്ടിരുന്ന ഓക്സൈഡ്സ് ആണ് ഇപ്പം കൂടുതൽ ട്രെൻഡായിട്ട് വരുന്ന. എപ്പോക്സീസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് പഴയ ഉണ്ടായി ഇപ്പം റാറ്റൻസ്, നമ്മൾ ഫേർണിച്ചേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ എല്ലാ ഡിസൈൻസും ഒരു കാലഘട്ടത്തിൽ കുറേ നാൾ ഭരിച്ചിരുന്ന ഒരു ഡിസൈനാണ് വീണ്ടും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നതും. ആൻഡ് ഓഫ് കോഴ്സ് അതൊരു ടൈംലെസ് ഡിസൈനാണ്. നമ്മളിപ്പം ഇന്ന് ചെയ്യുന്ന ഡിസൈൻ മേ ബി ഒരു 10 years കഴിഞ്ഞാലും 20 years കഴിഞ്ഞാലും അത് ആക്ച്വലി ഒരു ടൈംലെസ് അതൊരു ഡിസൈൻ അല്ലെങ്കിൽ അത് എസ്തെറ്റിക്കലി അപ്പോഴും അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയായിരിക്കും. പിന്നെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഒരു കുറച്ചുകൂടി ഇപ്പം ആൾക്കാർക്ക് ഇഷ്ടം ഒരു ട്രഡീഷണൽ ടൈപ്പ്, അങ്ങനത്തെ ഒരു ടൈപ്പിലുള്ള ഡിസൈൻസ് ആണ് കൂടുതലും ക്ലയൻസും പ്രിഫർ ചെയ്യുന്നത്. ആൻഡ് ഓഫ് കോഴ്സ് കണ്ടംപററി മോഡേൺ ഡിസൈൻസ് അതും ഇഷ്ടപ്പെടുന്ന ക്ലയൻസ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇപ്പം കറന്റ്ലി മാർക്കറ്റിൽ ട്രെൻഡിങ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ്. ഇപ്പൊ നമ്മൾ എപ്പോഴും ഈ ട്രഡീഷണൽ ഇത് പറയുമ്പോൾ നമ്മൾ ചില കടകളുടെ പേര് നോക്കിയാൽ മനസ്സിലാവും. ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടുള്ള പേര് മാറ്റിയിട്ട് ഇന്ന് യാദാമിന്റെ ചായക്കട അല്ലെങ്കിൽ അമ്മ വിലാസം എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ഒരു എസ്തെറ്റിക് ഫീൽ ആൾക്കാർ കൂടുതൽ പോകും. അതേ ഒരു ട്രെൻഡാണോ ശരിക്കും ഈ ഒരു ഇന്റീരിയർ? അതെ, തീർച്ചയായിട്ടും. നമ്മളിപ്പം ഇന്റീരിയറിൽ നോക്കുകയാണെങ്കിലും നെയിം ഇപ്പം പല ഫേംസിനും നെയിം ഇടുന്നതും ഒരു കാലഘട്ടത്തിന് പിന്നാലെ ഉള്ള ഒരു ടൈം ഒരു തന്നെയാണ് അവർ വെക്കുന്നത്. ആൻഡ് അവരെ ശ്രദ്ധിച്ചാലും മനസ്സിലാവും ലൈക്ക് ദേ ആർ ഇൻ ടു ലൈക്ക് ട്രഡീഷണൽ
കാർപ്പൻട്രി വർക്ക്സ് ആൻഡ് അങ്ങനത്തെ വർക്ക്സ് ഒക്കെ ഫോളോ ചെയ്യുന്ന കമ്പനീസും കൂടി ആയിരിക്കാം. അങ്ങനെയുണ്ട്. നമ്മൾ അത് മാത്രമായിട്ട് നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടരുത്. ഓൺ ദി ഓപ്പോസിറ്റ് സൈഡ് കണ്ടംപററി ആയിട്ട് ഫോക്കസ് ചെയ്യുന്ന പല കമ്പനീസും ഉണ്ട്, ആൻഡ് കണ്ടംപററി ഡിസൈൻസ് ഫോക്കസ് ചെയ്യുന്ന കമ്പനീസും ഉണ്ട്. ബട്ട് ട്രഡീഷണൽ എന്ന് പറയുന്നത് ഒരു കുറച്ചും കൂടി ഒരു ലൈക്ക് ആൾക്കാർക്ക് ഇപ്പൊ കൂടുതലും ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ട്രെൻഡായിട്ട് തന്നെ ഇപ്പം കറന്റ്ലി ഉള്ളത്. നമ്മളൊരു വീടിന്റെ ഇന്റീരിയർ ആണ് ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യാം? ആക്ച്വലി നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഫസ്റ്റ് തിങ് നമ്മൾ എലിവേഷൻ ആയിരിക്കും നമ്മൾ നോക്കണം. എലിവേഷൻ ഓഫ് കോഴ്സ് അതിൻ്റെ കൂടെ തന്നെ അത് പാർട്ട് ഓഫ് ദി ഇനീഷ്യൽ പ്ലാനിങ് ഉണ്ടാവും. ആൻഡ് കമ്മിങ് ടു ഇന്റീരിയേഴ്സ് നമുക്ക് ഡിപ്പെൻസ്. ഇപ്പം ഒരു ഫാമിലി ആണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു 90% സ്റ്റാർട്ട്സ് വിത്ത് ദ കിച്ചൺ. അപ്പം ഒരു കിച്ചൺ സ്പേസിൽ നിന്നായിരിക്കും ഡിസൈനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് ഇപ്പം പണ്ടത്തെ പോലെയല്ല, എല്ലാം വേറെ വേറെ ഡിസൈൻ അല്ല. ഫുള്ളി ഒരു വീടിൻ്റെ ഒരു എൻട്രി തൊട്ട് എക്സിറ്റ് വരെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാനാണ് നമ്മൾ നോക്കുന്നത്. സോ ആ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലിവിങ് റൂമിൽ നിന്നായിരിക്കാം. ആൻഡ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ കിച്ചൺ ബെഡ്റൂം അങ്ങനെ ആ ഒരു ഫ്ലോയിലായിരിക്കും പോകുന്നത്. പക്ഷേ ദർ ആർ ഫ്യൂ കേസസ് വെർ വി സ്റ്റാർട്ട് ഫ്രം കിച്ചൺ. ബിക്കോസ് ഒരു ഫാമിലി ആകുമ്പം ലൈക്ക് ഒരു ഹൗസ് വൈഫ് ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലേക്കായിരിക്കാം. സോ ദർ ആർ കേസസ് വെർ വി സ്റ്റാർട്ട് ഫ്രം കിച്ചൺ. സോ കിച്ചണിൽ ഏറ്റവും കൂടുതൽ അവർ ഫോക്കസ് ചെയ്യുന്നത് കിച്ചനായിരിക്കും. ഇപ്പം നോക്കുകയാണെങ്കിൽ ഫാമിലി ആയിട്ട് അവർ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പം കിച്ചണിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും അതേപോലെ ഡൈനിങ് ടേബിളും കിച്ചണിൽ തന്നെ നമ്മൾക്ക് അഡീഷണലി ഇപ്പം വരുന്നത്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ കപ്പിൾ ഓഫ് തിങ്സ് ലൈക്ക് ഇപ്പം ചില ക്ലയൻസ് നമുക്ക് കിച്ചണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്, ചില ക്ലയൻസ് നമ്മൾ ലിവിങ്ങിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. ചില കേസുകളിൽ കിഡ്സ് ബെഡ്റൂം ആയിരിക്കാം. സോ ഫസ്റ്റ് തിങ് ദേ പ്രയോറിറ്റൈസ് ദെയർ കിഡ്സ്. അപ്പം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ക്ലയൻസ് റിക്വയർമെന്റ്. ഈ കിഡ്സ് ബെഡ്റൂമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എപ്പോഴും വരുന്നൊരു ഡൗട്ടാണ്, ഈ കുട്ടികൾ വളർന്നു കഴിയുമ്പോൾ ആ ഒരു റൂമിനെ എപ്പോഴെങ്കിലും ചേഞ്ച് ചെയ്യണം എന്നുള്ളൊരു തോട്ട് വരില്ലേ? അങ്ങനെ ഏതെങ്കിലും കേസസ്? ഉറപ്പായിട്ടും ഞങ്ങൾ ചെയ്ത പല പ്രോജക്ട്സിലും അങ്ങനെ വന്നിട്ടുണ്ട്. സോ ബേസിക്കലി ഇപ്പം പറയുകയാണെങ്കിൽ ആ ഒരു പ്രായം എന്താണോ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. സോ ബേസിക്കലി നമ്മൾ കിഡ്സ് ബെഡ്റൂമിലേക്ക് വരുമ്പോഴത്തേനും കൂടുതൽ വാൾപേപ്പേഴ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ വിച്ച് ഇസ് ഈസിലി റിമൂവബിൾ, അല്ലെങ്കിൽ അതിന് മേലെ തന്നെ നമുക്ക് പുതിയൊരു വാൾപേപ്പേഴ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. സോ അങ്ങനെ വരുമ്പോഴത്തേനും എവറി ഇയർ ലൈക്ക് ഇപ്പം ആ കുട്ടി വളരുന്നതനുസരിച്ചിട്ട് അതിൻ്റെ മേലെ പുതിയ ടൈപ്പ് ഓഫ് വാൾപേപ്പേഴ്സ് നമുക്ക് കൊടുക്കാം. പിന്നെ ഓഫ് കോഴ്സ് ഇപ്പം എല്ലാവരും 2-3 ഇയേഴ്സിൽ ചെറിയൊരു മെയിൻ്റെനൻസ് വർക്ക്സ് എല്ലാം ചെയ്യാറുണ്ട്. സോ പെയിന്റിംഗ് വർക്ക്സ് എന്തായാലും വരും. പിന്നെ അതേപോലെ തന്നെ കിഡ്സ് ബെഡ്റൂം എന്ന് പറയുമ്പോഴത്തേനും മെയിൻലി ഫോക്കസിങ് ഓൺ ദ കളേഴ്സ്. അപ്പം ഒരു ആൺകുട്ടിയാണെങ്കിൽ കളർ പാറ്റേൺസ് വ്യത്യാസമായിരിക്കും, ഒരു പെൺകുട്ടിയാണെങ്കിൽ കളർ പാറ്റേൺസ് വ്യത്യാസം ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പം ഒരു പ്രായം കഴിയുമ്പോഴത്തേനും ഓഫ് കോഴ്സ് നേരത്തെ പറഞ്ഞ പോലെ ആ കിഡ്സ് ബെഡ്റൂം മാറ്റി വേറൊരു കോൺസെപ്റ്റിലേക്ക് ചെയ്യണം എന്ന് പറഞ്ഞ ക്ലയൻസ് നമുക്ക് ഉണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് വാൾപേപ്പേഴ്സ് എല്ലാം മാറ്റി ജസ്റ്റ് പെയിന്റിങ് ടെക്സ്ചേഴ്സിലേക്ക് നമുക്ക് പോയി ഒരു നോർമൽ ബെഡ്റൂമിലേക്ക് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. യെസ്. ഈ ഇന്റീരിയർ ചെയ്യുമ്പോൾ എപ്പോഴും വരുന്ന ഒരു കോൺഫ്ലിക്റ്റ് ലൈക്ക് കംഫർട്ടും വേണം, അറ്റ് ദ സെയിം ടൈം സ്റ്റൈലും വേണം. അതെങ്ങനെയാണ്? സോ ദാറ്റ് ഈസ് വെരി ചാലഞ്ചിങ്. നമുക്ക് എപ്പോഴും ഈ എർഗണോമിക്കും എസ്തെറ്റിക്സും മീറ്റ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇപ്പം ഫേർണിച്ചേഴ്സിലേക്ക് വരാൻ നേരത്ത് ഈ പറഞ്ഞ പോലെ കംഫർട്ട് ആയിരിക്കും കൂടുതലും നോക്കുന്നത്. എന്നാൽ കംഫർട്ട് ഉള്ളത് എസ്തെറ്റിക്കലി ഭംഗിയായിരിക്കണം എന്നില്ല, എസ്തെറ്റിക്കലി ഭംഗിയുള്ളത് എർഗണോമിക്കലി ഓക്കെ ആയിരിക്കണം എന്നില്ല. സോ അത് സ്റ്റിൽ ഇറ്റ് ഈസ് എ ചാലഞ്ച്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്ലയൻറ്റിൻ്റെ കൂടുതൽ റിക്വയർമെൻറ്റ് എക്സാക്ട്ലി കറക്റ്റ് റിക്വയർമെൻറ്റ് നമ്മൾ എടുക്കും. എന്നിട്ട് അതിന് പറ്റിയൊരു എർഗണോമിക്കൽ മോഡലായിരിക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് എർഗണോമിക്കലി നമുക്ക് എത്ര കംഫർട്ടബിൾ ആക്കാൻ പറ്റും എന്ന് കോൺഫിഡൻസ് വരുത്തിയതിന് ശേഷമായിരിക്കും നമ്മൾ എസ്തെറ്റിക്സ് പാർട്ട് നോക്കുന്നത്. സോ ഇത് രണ്ടും നമുക്ക് ലൈക്ക് ഇപ്പോഴും ഒരു ചലഞ്ചിങ് ഒരു ടാസ്ക് തന്നെയാണ്. സ്റ്റിൽ ഇറ്റ് ഇസ് എ ചലഞ്ചിങ്. കാരണം ഒരു ഭംഗിയുള്ള സാധനം ചിലപ്പോൾ ഇരിക്കാനായിട്ട് സുഖം ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇരിക്കാനായിട്ട് നല്ല ലക്ഷറി അല്ലെങ്കിൽ നല്ലൊരു കോംഫി ആയിരിക്കും, കാണാൻ ഭംഗി ഉണ്ടാവില്ല. സോ ദാറ്റ് ഈസ് സ്റ്റിൽ എ ചലഞ്ച് ദാറ്റ് വി ആർ സ്റ്റിൽ ഫേസിങ്. ബട്ട് എൻഡ് ഓഫ് ദ ഡേ വി ക്യാൻ ലൈക്ക് സാറ്റിസ്ഫൈ ദം. ലൈക്ക് അപ്പം കുറച്ച് എർഗണോമിക്കലി ഭംഗിയാക്കി, കുറച്ച് എസ്തെറ്റിക്കലി ഭംഗിയാക്കി, കുറച്ച് എർഗണോമിക്കലി കംഫർട്ടബിൾ ആക്കി നമുക്കൊരു ഡിസൈൻ നമുക്ക്
ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പൊ ഏതൊരു ഫീൽഡിനെക്കാളും ട്രെൻഡിനൊപ്പം തന്നെ പോകേണ്ട ഒരു ഏരിയ ആണ് ഇന്റീരിയർ ഡിസൈനിങ്. സോ ഹൗ ഡു യു സ്റ്റേ അപ്ഡേറ്റഡ് അക്കോർഡിംഗ് ടു ദ ട്രെൻഡ്? ഉറപ്പായിട്ടും ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ പോലെ എനി ഇൻഡസ്ട്രീസ്, ഇപ്പൊ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഫാഷൻ ഇൻഡസ്ട്രീസ് ആണെങ്കിലും എല്ലാവരും ട്രെൻഡ് ഫോളോ ചെയ്തേ പറ്റും. ബിക്കോസ് ഈ ഒരു ലൈക്ക് എറ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ എല്ലാവരും ദേ ആർ എഡ്യൂക്കേറ്റഡ്. ഇന്ന് എന്താ വേൾഡിൽ അവൈലബിൾ, അല്ലെങ്കിൽ നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിത്തിങ് വിച്ച് ഇസ് അവൈലബിൾ എവരിവെയർ. എക്സാക്ട്ലി. ചിലപ്പോൾ നമ്മളെക്കാളും മുന്നേ അവർക്ക് അറിയാനുള്ള ഒരു ഓപ്ഷൻസും അവർക്കുണ്ട്. So what we do is we associate with lot of architects, we associate with lot of interior designers, we associate with lot of civil engineers. അപ്പോൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് നമുക്ക്. സോ അവരവരുടെ പ്രോജക്ട്സ് ഡിസ്കസ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഡിസ്കഷൻസും ഒരു ഹെൽത്തി കോൺവെർസേഷൻസും ഉണ്ടാകും. അവരുടെ പ്രോജക്ട്സ് ഷെയർ ചെയ്യും, ഞങ്ങളുടെ പ്രോജക്ട്സ് ഷെയർ ചെയ്യും. സോ വി ഹാവ് എ കമ്മ്യൂണിറ്റി വെയർ വി ഡിസ്കസ് എവറിത്തിങ്. അപ്പം അതിലൂടെ നമ്മൾ ചെയ്യുന്ന പ്രോജക്ട്സ് നമ്മളുടെ കൊലീഗ്സ് അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൂടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ കാണും, അതും അവരെ പ്രൊജക്ട്സ് നമ്മൾ കാണും. സോ ഇറ്റ് ഈസ് എ ഹെൽത്തി കോമ്പറ്റീഷൻ. അപ്പം അത് ലൈക്ക് മാർക്കറ്റിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു എലമെന്റ് ആണ്. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എ ഹെൽത്തി കോമ്പറ്റീഷൻ. ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞു, നമ്മൾ ഇന്റീരിയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും ടൈൽസ് വെക്കുന്നത്. അപ്പൊ അതെങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയേഴ്സ്? ടൈൽസിന്റെ ഒരു ലൈക് സെലക്ഷനിലേക്ക് വരുമ്പം ക്ലയന്റിന്റെ ഒരു റോള് ഇസ് വെരി ഇമ്പോർട്ടന്റ്. സോ ബിഫോർ ഗോയിങ് ടു ടൈൽ ലേയിങ് നമ്മൾ ആദ്യം ഡിസൈൻ നമ്മൾ കൊടുക്കും. അവർക്ക് വേണ്ട ഒരു ഡിസൈൻ, അതായത് അവരുടെ ടോട്ടൽ ഒരു ആംബിയൻസ് നമ്മളൊരു ഡിസൈനായിട്ട് കൊടുത്തതിന് ശേഷം വാട്ട് എവർ ഇറ്റ് ഫിറ്റ്സ് ദാറ്റ്, ഇപ്പം നമ്മൾ ആ ഡിസൈനിൽ ഇടുന്ന ടൈൽ ഏതാണോ ആ ടൈൽ തന്നെയായിരിക്കും നമ്മൾ പ്രൊക്യൂർ ചെയ്യുന്നത്. ബിക്കോസ് മോസ്റ്റ്ലി ഇപ്പം പറഞ്ഞ പോലെ ബേജ് ക്രീംസ് ഒക്കെ ആയിരുന്നു ഒരു ടൈമിൽ ട്രെൻഡെങ്കിൽ ഇപ്പം കുറച്ചും കൂടി ഒരു മാറ്റം വന്നിട്ടുണ്ട്. സോ പീപ്പിൾ ആർ വില്ലിംഗ് ടു ആക്സെപ്റ്റ് ദി ഡാർക്കർ ഷെയ്ഡ്സ് ലൈക്ക് ഗ്രേസ് ആൻഡ് ഡാർക്കർ ഷെയ്ഡ്സ്. ആൻഡ് ഓൾസോ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഓക്സൈഡ്സ് അവൈലബിൾ ആണ്. സോ അങ്ങനെയും ചില ക്ലയൻസ് ഇതേപോലെ ഒരു സംതിങ് ഡിഫറെൻറ്റ്, അവർക്ക് അവരുടെ വീട് യൂണീക്ക് ആയിരിക്കണം. സോ ദാറ്റ് ഈസ് സംതിങ് വാട്ട് ദേ ലുക്ക് ഫോർ. ഇപ്പം എൻ്റെ വീട് ഇപ്പം ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ വീട് വേറൊരു വീടിനേക്കാളും എന്തെങ്കിലും ഒരു പ്രത്യേകത നമുക്ക് വേണം എന്നുള്ളത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആൻഡ് അത് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടതും ഇറ്റ് ഈസ് എ ഫാക്ട്. നമ്മളിപ്പം ഞാനൊരു വീട് ചെയ്യുന്നുണ്ടെങ്കിൽ മൈ ഹൗസ് നീഡ്സ് ടു ബി വെരി യൂണീക്ക്. എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട് ചെയ്യുകയാണെങ്കിൽ അവരും അങ്ങനെ ചിന്തിക്കുള്ളൂ, എൻ്റെ വീട് വേറൊരു വീടിനേക്കാളും എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് വേണം എന്നുള്ളത്. സോ എല്ലാത്തിലും ഇപ്പം നമ്മളുടെ വാൾ ഫിനിഷ് തൊട്ട് ഫ്ലോർ ഫിനിഷ് തൊട്ട് എനി മെറ്റീരിയൽ എല്ലാത്തിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റീരിയൽസ് ആർ അവൈലബിൾ. പക്ഷേ അത് ഏത് സെലക്ട് ചെയ്യണം എന്നുള്ളത് അൾട്ടിമേറ്റ്ലി ഒരു ക്ലയന്റിന്റെ ഒരു ഡിസിഷനാണ്. ദർ ആർ ലോട്ട് ഓഫ് മെറ്റീരിയൽസ്, അതിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് കുറേ മെറ്റീരിയൽസ് ഉണ്ട്. പക്ഷേ ചില ക്ലയൻസ് റിസ്ക് എടുക്കാൻ റെഡി അല്ല, ചില പ്രോഡക്ട്സ് പുതിയതായിരിക്കാം മാർക്കറ്റിലേക്ക്. സോ അങ്ങനെ എല്ലാവരും അത് വില്ലിങ് ആയിരിക്കണം എന്നില്ല. ബട്ട് യെസ്, ഓഫ് കോഴ്സ് ദർ ആർ ഫ്യൂ പീപ്പിൾ അല്ലെങ്കിൽ ഫ്യൂ ക്ലയൻസ് ദേ ആർ ആക്സെപ്റ്റിംഗ് ലൈക്ക് ദി ന്യൂ ട്രെൻഡ്. ഇപ്പൊ എപ്പോഴെങ്കിലും ഒരു നമുക്കറിയാം, അതായത് ആസ് എ പ്രൊഫഷണൽ നിങ്ങൾക്കറിയാം ഇങ്ങനെ ചെയ്താൽ ബെറ്റർ ആയിരിക്കുന്നു, പക്ഷെ ക്ലയന്റിന് എന്ത് പറഞ്ഞിട്ടും അത് കൺവിൻസ്ഡ് ആവുന്നില്ല. ആൻഡ് അൾട്ടിമേറ്റ്ലി ആ ഒരു റിസൾട്ടില് ഒരു ഹാപ്പിനെസ് കിട്ടാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്? ഓഫ് കോഴ്സ്. കാരണം ഈ ഒരു ക്ലയന്റിനെ സംബന്ധിച്ച് അവരെ വീടെന്ന് പറയുന്ന ഒരു ഡ്രീം ആയിരിക്കാം. സോ അവര് ആ ഒരു വീടിന്റെ ഒരു പ്രോസസ് എന്ന് പറയുന്നത് മേ ബി ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യും. ഇപ്പം അവര് ഒരു വീട് കൺസ്ട്രക്ഷൻ തുടങ്ങി എൻ്റെ പാല് കാച്ചുന്ന വരെയും അവരെ ഡിസ്കഷൻ അല്ലെങ്കിൽ അവരെ തോട്ട് പ്രോസസ് എല്ലാം അവരുടെ വീട്ടിൽ തന്നെ ആയിരിക്കും. സോ ആരെ കണ്ടാലും അവർ ഡിസ്കസ് ചെയ്യുന്നത് അവരുടെ വീടിനെ പറ്റി ആയിരിക്കാം. സോ അവർക്കൊരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടാവാം. സോ ഫസ്റ്റ് തിങ് ദേ ഡിസ്കസ് വിത്ത് ദ ക്ലോസ് ഫ്രണ്ട്. അവർക്കൊരു പ്രോസ്പെക്റ്റീവ് ഉണ്ടാവും. ചിലപ്പോൾ ആ ക്ലോസ് ഫ്രണ്ട് റീസെൻ്റ്ലി ആയിരിക്കും ഒരു വീട് പണിതതും ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തതും. സോ അവരൊരു ഒപ്പീനിയൻ വരും. അതേപോലെ തന്നെ ഫാമിലി, ഫ്രണ്ട്സുമായിട്ടുള്ള സംസാരിക്കും. മൾട്ടിപ്പിൾ ഒപ്പീനിയൻസ് ആയിരിക്കും അവർക്ക് വരുന്നത്. സോ മോസ്റ്റ് പ്രോബബ്ലി ഇതെല്ലാം നമ്മളോടായിരിക്കും ഡിസ്കസ് ചെയ്യുന്നത്. ലൈക്ക് ഞാൻ ഇന്നലെ എൻ്റെ ഫ്രണ്ടിനെ കണ്ടു, എൻ്റെ ഫ്രണ്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കളറാണ്, എൻ്റെ ഫാമിലി റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കളറാണ്. സോ ആ ഒരു കൺഫ്യൂഷൻ എല്ലാവർക്കും വരും. ഓഫ് കോഴ്സ് നമ്മുടെ അടുത്ത് വന്ന് പറയും. സോ നമ്മൾ ആക്ച്വലി അവരെ റിക്വയർമെൻറ്റ് നമുക്ക് ഇനീഷ്യലി കിട്ടിയിട്ടുണ്ടാവും. സോ വി എഡ്യൂക്കേറ്റ് ദം. സോ നമ്മൾ എന്ത് ഡിസൈൻ ചെയ്യുമ്പോഴും വി ആക്ച്വലി ലേൺ ദിയർ റിക്വയർമെൻറ്റ് ആൻഡ് വി പ്രൊവൈഡ് ദി സർവീസ് ഫോർ ദം ടു കാറ്റർ ദിസ് റിക്വയർമെൻറ്റ്. അപ്പോൾ അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത് നമ്മൾ പൂർണ്ണമായിട്ട് പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മളത്. സോ ഇഫ് അറ്റ് ഓൾ ഇഫ് ദേ ആർ ആസ്കിങ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ കളർ ചൂസ് ചെയ്തത്, വി ഹാവ് ആൻ ആൻസർ ഫോർ ദാറ്റ്.
ഇപ്പോൾ ഒരു ഗ്രീൻ കളർ ആണെങ്കിൽ ദിസ് ഇസ് ദ റീസൺ, അല്ലെങ്കിൽ റെഡ് ഇടാനാണെങ്കിൽ ഇതാണ് റീസൺ. സോ നമ്മൾ റാൻഡംലി ഒരു കളർ ചൂസ് ചെയ്യുന്നിടന്നായിരിക്കില്ല. ഇവരുടെ റിക്വയർമെൻറ്റിനനുസരിച്ച് ഇതെല്ലാം കാറ്റർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇതിനെല്ലാം കോംപ്രമൈസ് ചെയ്യാതെ അവർക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കൊണ്ടുവരുന്ന ഒരു കളറായിരിക്കാം നമ്മുടെ ഡിസൈനർ അല്ലെങ്കിൽ ഒരു ഡിസൈനർ ഇടുന്നത്. സോ ആസ് എ ഡിസൈനർ ദേ നീഡ് ടു ഹാവ് എ ആൻസർ ഫോർ ദ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു ഫാമിലിയിൽ ഒരാൾ പറഞ്ഞാലും, ഇപ്പോൾ അവരൊരു ഫ്രണ്ട് പറഞ്ഞാലും ഈ ഡിസൈനിൽ ഇതാണ് ആപ്റ്റ് എന്നുള്ളത് ആസ് എ ഡിസൈനർ കോൺഫിഡൻ്റ് ആയിട്ട് പറയാനായിട്ട് അതിലൊരു ആൻസർ ഉണ്ടാവണം. സോ ദാറ്റ് ഈസ് ഹൗ വി വർക്ക്. സോ അവർക്ക് മൾട്ടിപ്പിൾ, ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നോക്കുകയാണെങ്കിൽ പിൻട്രസ്റ്റ് അവൈലബിൾ ആണ്, ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് ഫോട്ടോസ് അവൈലബിൾ ആണ്, ഇഫ് യു ഗോ ടു യൂട്യൂബ് ലോട്ട് ഓഫ് വീഡിയോസ് ആർ അവൈലബിൾ. പക്ഷെ ഇതെല്ലാം ആ ഒരു പർട്ടിക്കുലർ ഒരു വീട്ടിലേക്ക് അനുയോജ്യമായിട്ടായിരിക്കും അവരുടെ ഡിസൈനർ ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സെയിം ഡിസൈൻ നമ്മളുടെ ക്ലയൻറ്റിലേക്ക് അത് അനുയോജ്യമാകോ ഇല്ലയോ എന്നുള്ളത് ആസ് എ ഡിസൈനർ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ആൻഡ് ദെൻ വി ഹാവ് ടു എഡ്യൂക്കേറ്റ്. ലൈക്ക് ആ ഒരു വീട്ടിൽ ആ ഒരു ഡിസൈൻ ഭംഗിയാണ്, പക്ഷെ നിങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോൾ മേ ബി ദിസ് ഇസ് എ ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് കോൺഫിഡൻ്റ്ലി പറയാൻ പറ്റണം. സോ ദാറ്റ് ഈസ് ദി ലാംഗ്വേജ്. അതാണ് നമുക്ക് കോൺഫിഡൻസ്. നമുക്ക് കോൺഫിഡൻ്റ്ലി പറയുമ്പോഴായിരിക്കും ആ ഒരു ക്ലയൻറ്റും ആസ് എ ഡിസൈനർ അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. സോ ഇന്നത്തെ കാലത്ത് നമ്മൾ എവിടെ നോക്കിയാലും സസ്റ്റൈനബിലിറ്റി മാറ്റർ, സസ്റ്റൈനബിൾ എൻവയോൺമെന്റ്, സസ്റ്റൈനബിൾ ഫാഷൻ. Is there something called sustainable construction? ഓഫ് കോഴ്സ് നമുക്ക് കൺസ്ട്രക്ഷനിലായിക്കോട്ടെ ഇന്റീരിയേഴ്സിലായിക്കോട്ടെ എല്ലാത്തിലും നമുക്ക് സസ്റ്റൈനബിൾ എന്നുള്ളൊരു ഫാക്ടർ ഉണ്ട്. ലൈക്ക് വി ആർ മോർ ലൈക്ലി കോൺസെൻട്രേറ്റിംഗ് ഓൺ ദ സസ്റ്റൈനബിൾ പ്രോജക്ട്സ്. ഇപ്പം മോസ്റ്റ്ലി ഇപ്പോൾ ആ ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പം പല ക്ലയൻസിനും ദേ ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. എന്തൊക്കെയാണ് മെറ്റീരിയൽസ് എന്തൊക്കെയാണ് അവൈലബിൾ ഉള്ളതെന്നുള്ളൊരു നോളേജ് ഉണ്ട്, അല്ലെങ്കിൽ ആ മെറ്റീരിയൽസ് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള നോളേജ് ഉണ്ട്, അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ്. ബട്ട് ആ ഒരു മെറ്റീരിയൽ സസ്റ്റൈനബിൾ ആണോ അല്ലയോ എന്ന് ചോദിച്ചാൽ ദേ ആർ നോട്ട് അവെയർ ഓഫ് ഇറ്റ്. സോ അതിലേക്കുള്ള എഡ്യൂക്കേഷൻ പ്രോസസ് ഇപ്പം മോസ്റ്റ്ലി നോക്കുകയാണെങ്കിൽ കുറേ ആർക്കിടെക്ട്സ് എല്ലാം ഇപ്പം സസ്റ്റൈനബിൾ പ്രോജക്ട്സ് ആയിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളും അതേപോലെ ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. സോ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വരുന്ന ഡിസ്കഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് വി ഹാവ് ടു നോ അബൌട്ട് ദ സസ്റ്റൈനബിൾ. ബിക്കോസ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ വി ആർ എക്സ്പ്ലോയിറ്റിംഗ് ദി എൻവയോൺമെന്റ്. നമ്മൾ എത്രത്തോളമാണ് ആസ് എൻ ഇൻഡിവിജ്വൽ, ഞാൻ എത്രത്തോളം ഈ ഒരു എൻവയോൺമെന്റിനെ നമ്മൾ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ളത് നമ്മളത് തിരിച്ചറിയേണ്ട ഒരു ടൈം ആയിരിക്കുകയാണ്. അത് ഞാൻ എന്നുള്ള വ്യക്തി മാത്രമല്ല, നമ്മളെല്ലാവരും നമ്മൾ ദൈനംദിനം ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എന്തൊക്കെയാണ് നമ്മൾ ഹാം ഉണ്ടാക്കുന്നതെന്ന് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു ടൈം ആയിരിക്കുന്നു. പലർക്കും അതിനെപ്പറ്റി അറിയില്ല. നമ്മൾ യൂസ് ചെയ്യുന്ന മൊബൈൽ ഫോൺസ് തൊട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഫേർണിച്ചേഴ്സ് വരെ പല കാര്യങ്ങളും നമ്മൾ എൻവയോൺമെൻറ്റിനെ ഹാം ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ഹാം ചെയ്യാതെ നമുക്ക് ചെയ്യാനുള്ള സോഴ്സസും ഉണ്ട്, അതിനുള്ള ഓപ്ഷൻസും ഉണ്ട്. ബട്ട് ടെക്നോളജി എന്ന് പറയുന്നത് ഡേ ബൈ ഡേ വളരുന്നുണ്ട്. അത് കുറച്ച് സൈഡ് ആയിക്കൊണ്ടിരിക്കുക, ലൈക്ക് അതിലേക്കുള്ള ഇമ്പോർട്ടൻസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. ബട്ട് ദർ ആർ ലോട്ട് ഓഫ് ഇനീഷ്യേറ്റീവ്സ്. അത് കുറച്ചും കൂടി എഡ്യൂക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഹോപ്പ്ഫുള്ളി വെരി സൂൺ അതെല്ലാം എല്ലാവരിലും എത്തും. നമുക്കൊരു ബെറ്റർ ഒരു വേൾഡ് അല്ലെങ്കിൽ ബെറ്റർ ഒരു എർത്ത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ പോകുന്നത്. സോ നമുക്ക് കൂടുതലും ആ സസ്റ്റൈനബിൾ പ്രോജക്റ്റിനെ പറ്റി നമുക്ക് കൂടുതൽ എലാബറേറ്റ് ചെയ്ത് വരുന്ന ദിവസങ്ങളൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ദീപക് പറഞ്ഞതുപോലെ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ ഇസ് സംതിങ് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അതൊരു ഹ്യൂജ് ടോപ്പിക് ഓഫ് ഡിസ്കഷൻ കൂടിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷനെ കുറിച്ച് അറിയാം. ടിൽ ദെൻ ബൈ. Like, subscribe and press bell button. Stay tuned for more videos.